കഞ്ചിക്കോട് ചുള്ളിമട വി കോളേജും കിൻഫ്രയും സംയുക്തമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബാംഗ്ലൂർ കൊച്ചിൻ വ്യവസായ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് കഞ്ചിക്കോട് മേഖലയിൽ അടുത്ത 5 വർഷത്തിനിടയിൽ വരാൻ പോകുന്ന വികസന പദ്ധതികളും ജോലി സാധ്യതകളെയും കുറിച്ച് സെമിനാർ ചർച്ച നടത്തി. പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് വി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിനകത്തേക്ക് വരുന്ന അവസ്ഥയിലേക്കാണ് പുതിയ വ്യവസായ ഇടനാഴി വരാൻ പോകുന്നത്. സാധാരണമായ ഒരു മാറ്റമല്ല. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. ഇവിടെ പൊതുവെ പുതുതലമുറ 80 കിഡ്സ്, 90 കിഡ്സ്, 2K കിഡ്സ് അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ ഒരു 80 കിഡ്സ് ആണ്, 90 കിഡ്സ് ആണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും 70 ഉണ്ടാവും, 60 ഉണ്ടാവും. ഈ മുമ്പിലെ 2 റോ ഈ പറഞ്ഞ 80, 90യും കുറേ റോ മൊത്തം 2K കിഡ്സ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെൻസി കലകളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടുമുള്ള ഒരു പുതിയ തലമുറയാണ്, പുതിയ ഐക്യമുള്ള, ഏറ്റവും കൂടുതൽ ഐക്യമുള്ള തലമുറയെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. വണിക വൈശ്യ എഡ്യൂക്കേഷണൽ ആൻഡ് എംപ്ലോയ്മെന്റ് ട്രസ്റ്റ് സെക്രട്ടറി എസ് കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷനായി. KICDC LS മാനേജർ അഖിൽ വിശദീകരിച്ചു. വ്യവസായ മേഖലകളുടെ സെക്ടർ ഇതാണ് നമ്മൾ പറയുന്നത്. ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഫുഡ്സ് ആൻഡ് ബെവറേജസ്, മെറ്റാലിക്, നോൺ മെറ്റാലിക് മിനറൽ പ്രോഡക്ട്സ്, റബ്ബർ, ഹൈടെക് ഇൻഡസ്ട്രീസ്, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ, മെഷീനറി ആൻഡ് എക്വിപ്മെന്റ്. ഇത് ഈ വ്യവസായങ്ങൾ മാത്രമല്ല, ഇതിൽ പറയുന്ന ഓറഞ്ച് കാറ്റഗറി, ഗ്രീൻ കാറ്റഗറിയിലുള്ള വ്യവസായങ്ങൾ ഇത് നമ്മൾക്ക് ഇവിടെ ഇത് ചെയ്യുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സെക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽസ് ഉള്ള കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ സെക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ആ മാർക്കറ്റ് സ്റ്റഡിയും ഇതെല്ലാം നോക്കിയിട്ട്. കിൻഫ്ര മാനേജർ മുരളീകൃഷ്ണൻ, C അർജുനൻ, കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം പ്രസിഡന്റ് K സജീവ് കുമാർ, R രാജമാണിക്കൻ, MG നടരാജൻ, K ഹരിദാസ്, P രാമചന്ദ്രൻ, ഗിരിജാപ്രസാദ്, CS സ്വപ്ന എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VK സുധാകരൻ സ്വാഗതവും കോർഡിനേറ്റർ സൗമ്യ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.